ആ ഒരു ദുരന്തം മനസ്സിൽ അയവിറക്കുമ്പോൾ വല്ലാത്തൊരു മരവിപ്പാണ്. അത് ഓർക്കാൻ ഇപ്പോഴും പറ്റാത്തൊരു സംഭവം പോലെയാണ്. ഒരു വൈകുന്നേരം ഞങ്ങൾക്ക് ബീച്ചിലിരിക്കുമ്പോൾ ഒരു മൊബൈൽ കോൾ വരികയാണ്. താനൂരിൽ ഉല്ലാസയാത്ര നടത്തിയിരുന്ന ബോട്ട് പുഴയിൽ മുങ്ങിപ്പോയെന്ന്. അത് കേട്ടപ്പോൾ തന്നെ അവിടെ ഉണ്ടായവരെല്ലാവരും ഓടി ഇവിടേക്ക് എത്തുകയായിരുന്നു. അത് വരുമ്പോൾ ആരുടെ മനസ്സിലും ഇത്ര വലിയൊരു ദുരന്തമാണെന്നുള്ളത് ഓർക്കാൻ പറ്റിയിട്ടില്ല. കാരണം ആരുടെ മനസ്സിലും സങ്കല്പിക്കാൻ പറ്റാത്ത വലിയ ഒരു അപകടമായിരുന്നു. പക്ഷേ ഈ അപകടം മനുഷ്യനിർമ്മിത അപകടമാണ്. ഇത്തരം വലിയ ദുരന്തത്തിന് കാരണമാക്കിയത് ഇവിടുത്തെ സംവിധാനങ്ങളാണ്. 4-5 പേരോ പോയി മത്സ്യബന്ധനം നടത്തിയിരുന്ന ഒരു ചെറിയ കൊച്ചു വഞ്ചി ഇത്ര രൂപത്തിൽ പരുവപ്പെടുത്തി ഇങ്ങനെ ഒരു ഉല്ലാസ ബോട്ടാക്കി മാറ്റിയത് ഇവിടുത്തെ സർക്കാർ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ വീഴ്ചയായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇത് ഒരു ഉല്ലാസയാത്ര നടത്തുമ്പോൾ ആ ബോട്ടിൽ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ലംഘിച്ചിട്ടുമാണ് ഈ യാത്ര നടത്തിയത്. ആ യാത്ര നടത്തുന്നതിന് മുമ്പ് ഇവിടുത്തെ തദ്ദേശികളായ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞിരുന്നു, ഇത് ഉല്ലാസയാത്ര നടത്താൻ പറ്റിയ ഒരു ബോട്ടല്ല, ഇതിൽ യാത്ര നടത്തുമ്പോൾ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞിട്ട് അതുപോലും മുഖവിലക്കെടുക്കാതാണ് ഈ യാത്ര. എന്നിട്ട് ഈ യാത്ര നടത്തി അപകടം സംഭവിച്ചത് അറിഞ്ഞിട്ട് ഒരുപാട് പേര് രക്ഷാപ്രവർത്തനത്തിന് വന്നിരുന്നു. അന്ന് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇടയിൽ ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. നല്ല സാരമായ പരിക്ക് പറ്റി മാസക്കണക്കിലോളം വീടുകളിൽ കഴിയേണ്ടി വന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു, കയ്യിലെ നരമ്പൊക്കെ പൊട്ടിയിട്ട്. അവർക്ക് പോലും ഒരു സഹായം ഇന്നേക്ക് ഈ ഒരു വർഷം തികയുമ്പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് അങ്ങോട്ട് സഹായം നൽകാമെന്ന് പറഞ്ഞിട്ടാണ് അവരത് കാത്തു നിന്നത്. പക്ഷേ ആ സഹായം പോലും സർക്കാരിന് നൽകാൻ കഴിഞ്ഞില്ല. അതൊരു വലിയൊരു അങ്ങോട്ട് പറഞ്ഞ് നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് നടത്തിയവർക്ക് വേണ്ടിയ ചികിത്സാ സഹായം സർക്കാർ സൗജന്യമായിട്ട് നൽകുമെന്ന് പറഞ്ഞിട്ട് പോലും അതാത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്കാണ് പരിക്ക് പറ്റിയ ആളുകളൊക്കെ കൊണ്ടുപോയത്. ആ ഹോസ്പിറ്റലുകൾ ഫ്രീ ആയിട്ട് ചികിത്സ അന്ന് കൊടുത്തതല്ലാതെ വേറൊരു സഹായം രക്ഷാപ്രവർത്തനം നടത്തിയവർക്കും കിട്ടിയിട്ടില്ല. രക്ഷാപ്രവർത്തനം നടത്തിയവർ ഒരു സഹായം ആവശ്യപ്പെട്ടോ അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ചല്ല രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ സ്വാഭാവികമായിട്ട് രക്ഷാപ്രവർത്തനത്തിനിടയിൽ പറ്റിയ പരിക്ക് അത് സർക്കാർ ചെലവ് വഹിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അതുപോലും കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഒരു വർഷം തികയുമ്പോഴും ഇതിനൊക്കെ കാരണക്കാരായവരൊക്കെ ഇന്നും നാട്ടിൽ അവരുടെ സുഖജീവിതം തേടി അവരെ നിത്യജീവിതം തേടി മറ്റു മേഖലയിൽ നടക്കുമ്പോഴും ഈ മരണപ്പെട്ട 22 കുടുംബങ്ങൾ ഇന്നും കണ്ണീരിലാഴ്ത്തുകയാണ്. ആ ഓർമ്മകൾ മനസ്സിൽ ഓർക്കുമ്പോൾ വല്ലാത്തൊരു നൊമ്പരങ്ങളാണ്. കാരണം പിഞ്ചു കുഞ്ഞിനടക്കം ഞാനൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്ലാസ് കുത്തിപ്പൊട്ടിച്ചിട്ട് എടുക്കുമ്പോൾ ഒരു ജീവൻ പോലും ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ളൊരു വേദന വല്ലാതെ മനസ്സിനാഴ്ത്തുന്നുണ്ട്. കാരണം ഞങ്ങളിവിടെ എത്തുമ്പോഴേക്കും ബോട്ട് മുങ്ങിപ്പോയി. അതിലുണ്ടായ ആർക്കും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. കാരണം രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ഈ ബോട്ടിലേക്ക് അവർ സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടില്ല. ഈ ബോട്ടിൻ്റെ ഫുൾ ഗ്ലാസ് കൊണ്ട് മൂടപ്പെട്ടതുകൊണ്ട് ഒരാൾക്ക് പോലും പുറത്തു വരാൻ പറ്റാതെ ശ്വാസം കിട്ടാതെയാണ് അതിലുണ്ടായ ആളുകളൊക്കെ മരണപ്പെട്ടത്. അതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു മാർഗമുണ്ടായിരുന്നില്ല, അത്തരം പേര് അവിടെ മരണപ്പെടില്ലായിരുന്നെന്ന് ഇപ്പോഴും ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ അത്തരം സംവിധാനങ്ങളൊന്നും നല്ല രീതിയിൽ ചെയ്യാതെയാണ് ഈ യാത്ര നടത്തിയത്. രക്ഷാപ്രവർത്തനം ഏറ്റവും ടാസ്കായ രക്ഷാപ്രവർത്തനമായതുകൊണ്ടാണ് അത്രയും ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടും ഇത്രയും ജനബാഹല്യം ഇവിടെ ഉണ്ട്. സർക്കാർ സംവിധാനങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾ സ്വമേധയാൽ എല്ലാവരും ചാടി അവരാൽ കഴിയുന്ന എല്ലാ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയാണ് ഈ ബോട്ടിനെ ഈ കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് പേര് പാട്ടും അന്ന് രാത്രി ലാസ്റ്റ് സമയത്തെ ഈ യാത്രയിൽ അവരിതിൻ്റെ ഉള്ളിൽ പാട്ടൊക്കെ ഇട്ട് മുകളിൽ കുറച്ച് പേര് ഉണ്ടായിരുന്നു. ആ മുകളിലുണ്ടായവരാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ. ഇതിൻ്റെ താഴെ ഉണ്ടായ അത്രയും പേര് മരണപ്പെട്ടു പോവുകയായിരുന്നു. അവർക്ക് പുറത്ത് ചാടാനോ പുറത്ത് കടക്കാനോ ഉള്ള യാതൊരു വഴിയും ഇതിലുണ്ടായിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിന് വന്നവർക്കും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ലാസ്റ്റ് വള്ളത്തിൻ്റെ പവറിൽ താഴേന്ന് അതിൽ ചാടിയിട്ട് ഗ്ലാസ്സിന് പഞ്ച് ചെയ്ത് കുത്തി പൊട്ടിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ആളുകൾ കടന്നത്. അതിന് ശേഷമാണ് ഓരോ മൃതദേഹങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വാരി എടുക്കുന്നത്.